നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോർ ലൂപ്പാണ്. അതിൽ അതിൻ്റെ സിൻടാക്സ് പറഞ്ഞു, അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഫ്ലോ ചാർട്ട് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും ഫോർ ഒരു വേരിയബിൾ ഇൻ ഒരു സീക്വൻസ്. കണ്ടീഷൻ അല്ല, ഒരു സീക്വൻസ് കൊടുക്കും. ആ സീക്വൻസിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. ആ എലമെൻറ്റ്സ് ആദ്യത്തെ എലമെൻറ്റിലായിരിക്കും ആദ്യം റൺ ചെയ്യുക, പിന്നെ നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പോകും. അങ്ങനെ ലാസ്റ്റ് ഐറ്റം എത്തുന്നിടം വരെ അത് റണ്ണാവും. ലാസ്റ്റ് ഐറ്റം എത്തിക്കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന് പുറത്ത് വരും. അങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മൾ ആ സീക്വൻസിന് ലിസ്റ്റ് കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, ടപ്പിൾ കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണിത്, റേഞ്ച്. റേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് നിർമ്മിക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് അസൈൻമെന്റ് തന്നത്. അസൈൻമെന്റ് എന്തായിരുന്നു? ഈ ഡിഫറെന്റ് പാറ്റേൺസ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാനായിരുന്നു. അതിൽ ഹാഫ് പിരമിഡ് ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 6. റേഞ്ച് 6 എന്ന് പറയുമ്പോൾ 0 to 5 വരെയുള്ള ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. 0, 1, 2, 3, 4, 5. എന്നിട്ട് പ്രിന്റ് ഇൻവേർട്ടഡ് കോമ സ്റ്റാർ മൾട്ടിപ്ലൈഡ് ബൈ ഐ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർ എന്ന സ്ട്രിങ്ങിനെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യത്തെ കേസിൽ ഐ 0 ആണ്, അപ്പോൾ ഒന്നും പ്രിന്റ് ആവില്ല. പിന്നെ 1 ആണ്, 1 ആവുമ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും. 2, അങ്ങനെ 5 എണ്ണം വരെ, 5 എണ്ണം പ്രിന്റ് ചെയ്യും. ഇൻവേർട്ടഡ് കേസിൽ ഇവിടെ 0 to 5 ആണ് റൺ ആയത്. നമുക്കത് തിരിക്കണം. ആദ്യം 6 വേണം, പിന്നെ 5, 4, 3, 2, 1 അങ്ങനെ വേണം. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷൻ 6 കൊടുക്കണം, എൻഡ് പൊസിഷൻ 0 കൊടുക്കണം, എന്നിട്ട് ഇൻക്രിമെന്റ് എന്നുള്ളത് -1 കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം വെച്ച് ഡിക്രീസ് ആവുന്ന രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇത് രണ്ടും എളുപ്പമാണ്, ഹാഫ് പിരമിഡും ഇൻവേർട്ടഡ് ഹാഫ് പിരമിഡും. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഫുൾ പിരമിഡാണ്. ഫുൾ പിരമിഡിൽ നമ്മൾ ഒരു ജനറൽ കേസായിട്ട് ചെയ്തിരിക്കുകയാണ്. n ഈക്വൽ ടു ഒരു ഇൻറ്റിജർ ഇൻപുട്ടായിട്ട് എടുത്തു ഫോർ ഐ ഇൻ റേഞ്ച് n, അതായത് 0 മുതൽ n-1 വരെയുള്ള ഒരു നമ്പറിൻ്റെ സീക്വൻസ് ഉണ്ടാക്കും. എന്നിട്ട് ചെയ്യുന്നത് ആദ്യം n-i സ്പേസസ് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർസ് പ്രിന്റ് ചെയ്യും. അപ്പം ആദ്യം ഐ 0-ലാണ് തുടങ്ങുന്നത്. 0യുടെ കേസ് അവിടെ വരുന്നില്ല. പിന്നെ സ്പേസസ് മാത്രമേ പ്രിന്റ് ആവുള്ളൂ, ഇവിടെ സ്റ്റാർ പ്രിന്റ് ആവില്ല. പിന്നെ ഐ 1 ആവുമ്പോൾ n-1 സ്പേസ് പ്രിന്റ് ചെയ്യും. പിന്നെ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഐ 2 ആവും. ഐ 2 ആവുമ്പോൾ n-2 സ്പേസ് പ്രിന്റ് ചെയ്യും. പിന്നെ 2 സ്റ്റാർ പ്രിന്റ് ചെയ്യും. അങ്ങനെ പ്രിന്റ് ചെയ്ത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ആദ്യം 10 കൊടുത്ത 9 സ്പേസ് പ്രിന്റ് ചെയ്തു, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ 8 സ്പേസ് 2 സ്റ്റാർ, 7 സ്പേസ് 3 സ്റ്റാർ, അങ്ങനെ പ്രിന്റ് ചെയ്യും താഴെ വരെ 10 സ്റ്റാർ കിട്ടുന്ന വരെ. 10 ഇവിടെ 9 സ്റ്റാർ ആയിരിക്കും വരിക. റേഞ്ച് 0 to 9 ആണ് റൺ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമുക്ക് ഫുൾ പിരമിഡായിട്ട് കിട്ടണമെങ്കിൽ ഇപ്പുറത്തെ ഒരു സൈഡ് കൂടെ കിട്ടണം. അങ്ങനെ ഒരു സൈഡ് കൂടെ കിട്ടാൻ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ 2 സ്റ്റാറിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റാർ പുറത്തേക്കാവും. അതുപോലെ എല്ലാ സ്റ്റാറിൻ്റെ കൂടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സ്പേസ് നീങ്ങി വരുമ്പോൾ എന്താവും? ഇതൊരു സിമെട്രിക്കൽ ഷേപ്പ് ആവും, ഒരു സ്പേസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ സ്റ്റാറിൻ്റെ കൂടെ ഒരു സ്പേസ് കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള ട്രയാങ്കുലർ ഷേപ്പ് കിട്ടും. ഇനി ഇത് റിവേഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ 0 to n ആണ് റൺ ചെയ്തത്, അത് തിരിച്ച് റൺ ചെയ്താൽ മതി. n to 0 -1 റൺ ചെയ്ത് കഴിയുമ്പോൾ
എന്ത് കിട്ടും? അത് ഇൻവേർട്ടഡ് ഷേപ്പ് കിട്ടും. ഇൻവേർട്ടഡ് ഷേപ്പ് കിട്ടും. ഇവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ സിമ്മട്രിക് ആവും. ഇത്ര എളുപ്പമാണ്, നമുക്ക് ചെയ്യാം. ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ മതി. സിമ്പിളാണ്, ലോജിക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് ഹോളോ പിരമിഡ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്. ഇൻവേർട്ടഡ് ഹോളോ പിരമിഡും സിമെട്രിക്കൽ ആയിട്ടുള്ള പിരമിഡിന്റെ ഒരു ഹോളോയും. അത് രണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കണം. നേരത്തെ പറയാതിരുന്ന പ്രിന്റിന്റെ ഒരു കാര്യം നമുക്ക് അറിയേണ്ടത്, നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിന്റ് ബ്രാക്കറ്റിനുള്ളിൽ ഇൻവേർട്ടഡ് കോമയിൽ എന്ത് കൊടുക്കുന്നോ അത് അതുപോലെ പ്രിന്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമന്റ് എഴുതിയിരിക്കുന്നത് പ്രിന്റ് സ്റ്റാർ ആൻഡ് കഴ്സർ ഗോസ് ടു നെക്സ്റ്റ് ലൈൻ ബൈ ഡിഫോൾട്ട്. അതായത് സ്റ്റാർ പ്രിന്റ് ചെയ്യും, പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ വീണ്ടും പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലായിരിക്കും പ്രിന്റ് ആവുക. ഇവിടെ ഒരു എക്സാമ്പിൾ, ഫോർ ഐ ഇൻ റേഞ്ച് 6 എന്ന് കൊടുക്കുന്നു. പ്രിന്റ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സ്റ്റാർ ഐ 0 to 5 ഇങ്ങനെ ലൂപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും, പിന്നെ കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ ഐ 1 ആവുമ്പോൾ വീണ്ടും ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും, അത് നെക്സ്റ്റ് ലൈനിലായിരിക്കും. നെക്സ്റ്റ് ലൈനിൽ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തിട്ട് കഴ്സർ വീണ്ടും നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അപ്പോൾ അതിന് താഴേക്കായിരിക്കും സ്റ്റാർ പ്രിന്റ് ആവുക. കണ്ടോ? ഇങ്ങനെ ആണ് സ്റ്റാർ പ്രിന്റ് ആവുക. അത് ഡിഫോൾട്ടായിട്ട് എന്താണോ പ്രിന്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അത് പ്രിന്റ് ചെയ്തിട്ട് കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അത് നമ്മൾ നേരത്തെ പറയാതിരുന്നൊരു കാര്യമാണ്. പിന്നെ പ്രിന്റിൻ്റെ അകത്ത് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ ഇരിക്കുന്ന കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ഒന്നും പ്രിന്റ് ആവില്ല, പക്ഷെ ഡിഫോൾട്ടായിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നത് കൊണ്ട് പ്രിന്റ് ബ്രാക്കറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈനിൽ നിന്ന് കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ഇനി അങ്ങനെ നെക്സ്റ്റ് ലൈനിലേക്ക് കഴ്സർ പോകണ്ട എങ്കിൽ നമ്മളൊരു അഡീഷണൽ കണ്ടീഷൻ കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് കൊടുക്കുക, കോമ, എന്നിട്ട് എൻഡ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ഇൻവെർട്ടഡ് കോമയ്ക്ക് ഉള്ളിൽ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും നെക്സ്റ്റ് ലൈനിലേക്ക് കഴ്സർ പോകുന്നതിന് പകരം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എൻഡ് ഈക്വൽ ടു ഇൻവെർട്ടഡ് കോമയിൽ ഇവിടെ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും, കഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോവില്ല, അതിന് പകരം ഒരു സ്പേസ് ആവും പ്രിന്റ് ആവുക. അതായത് കഴ്സർ ഒരു സ്പേസ് മൂവ് ചെയ്യും. ഇനി പ്രിന്റ് ചെയ്യാനുള്ളത് ഒരു സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും പ്രിന്റ് ആവുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്രിന്റ് ഐ ഇൻ റേഞ്ച് 6, പ്രിന്റ് ഇൻവെർട്ടഡ് കോമയിൽ സ്റ്റാർ കൊടുത്തിരിക്കുന്നു, കോമ എൻഡ് ഈക്വൽ ടു ഇൻവെർട്ടഡ് കോമയിൽ ഒരു സ്പേസ് കൊടുത്തു. ഇത് റൺ ആവുമ്പോൾ എന്താ, നെക്സ്റ്റ് ലൈനിലേക്ക് കഴ്സർ പോവില്ല, ഒരു സ്റ്റാർ പ്രിന്റ് ആവും, പിന്നെ ഒരു സ്പേസ് പ്രിന്റ് ആവും, പിന്നെ അടുത്ത സ്റ്റാർ, അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും സ്റ്റാർ പ്രിന്റ് ആവുക. ഇങ്ങനെ പ്രിന്റ് ആവും. അപ്പൊ ഈ രണ്ട് കാര്യമാണ് നമ്മൾ പ്രിന്റ് നേരത്തെ പറഞ്ഞപ്പോൾ പറയാതിരുന്നത്. അത് ഞാൻ ഇപ്പോൾ പറയുകയാണ്. നിങ്ങൾ പ്രോഗ്രാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കിട്ടുക എന്നുള്ളത്. ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. രണ്ട് ഫോർ ലൂപ്പ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 6, ഫോർ j in range 6 ഇങ്ങനെ കൊടുത്തു. ഇതിൽ സംഭവിക്കുന്നത് ആദ്യം ഐയിലുള്ള ലൂപ്പ് റൺ ആവും. അപ്പോൾ ആദ്യം i = 0 എന്ന് എടുക്കും. പിന്നെ അതിനുള്ളിലാണ് ഫോർ
ജെ ഇൻ റേഞ്ച് 6 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം അതിനുള്ളിൽ ജെക്ക് 0 എന്നാവും. പിന്നെ ഇതിന് തൊട്ട് താഴെ എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുക്കാന്ന് വെച്ചോ, പ്രിന്റ് എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, പ്രിന്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ആവും. പ്രിന്റ് ആയി കഴിഞ്ഞിട്ട് ഇനി സംഭവിക്കുക, ഈ ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. ജെയുടെ വാല്യൂ 0 ആയിരുന്നത് 1 ആവും. ഐ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ എക്സ് പ്രിന്റ് ചെയ്യും. പിന്നെന്ത് സംഭവിക്കും? പിന്നെയും ജെ അപ്ഡേറ്റ് ആവും, പിന്നെ എക്സ് പ്രിന്റ് ചെയ്യും. അങ്ങനെ ജെ 5 വരെ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഐ 0-ൽ നിന്ന് 1 ആവും. ഐക്കുള്ളിലാണ് 4. അതുകൊണ്ട് ഫോർ ലൂപ്പ് മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട്, അതായത് ജെയുടെ വാല്യൂ 0 മുതൽ 5 വരെ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ഐയുടെ വാല്യൂ 0-ൽ നിന്ന് 1-ലേക്ക് മാറുള്ളൂ. അങ്ങനെയാണ് രണ്ട് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. രണ്ട് ഫോർ ലൂപ്പ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രിന്റിന്റെ കാര്യം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ. പ്രിന്റ് ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് എന്തെങ്കിലും കൊടുക്കുക, ഇത് എൻഡ് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അതുകൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എൻഡ് ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. എൻഡ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് സ്പേസ് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഇത്രയും പ്രിന്റ് ആയി. ഇത്രയും പ്രിന്റ് ആവാനുള്ള കാര്യം എന്താ? ആദ്യം ജെ റൺ ആവും. ജെ റൺ ആയി കഴിഞ്ഞിട്ട് അത് 0 to 5 റൺ ആവും. ആദ്യത്തെ 5 സ്റ്റാർ കിട്ടും. പിന്നെ ഐ അപ്ഡേറ്റ് ആവും, 0-ൽ നിന്ന് 1 ആവും. 1 ആയി കഴിഞ്ഞിട്ട് ജെ വീണ്ടും 0 to 5 റൺ ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു 5 സ്റ്റാർ കിട്ടും. അങ്ങനെ 5 × 5 സ്റ്റാർ 25 സ്റ്റാർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ജെയുടെ 0 to 5 വരെ റൺ ചെയ്യും. അത് കഴിയുമ്പോൾ ഐ 0 to 1 ആകും. 0-ൽ നിന്ന് 1-ലേക്ക് അതിൻ്റെ വാല്യൂ മാറും. ഇത് വീണ്ടും ജെ 0 to 5 റൺ ചെയ്യും. റൺ ചെയ്ത് കഴിയുമ്പോൾ ഐ 1-ൽ നിന്ന് 2 ആവും. അങ്ങനെയാണ് രണ്ട് ഫോർ ലൂപ്പ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇൻവേർട്ടഡ് ഹോളോ പിരമിഡും സിമെട്രിക്കൽ ഹോളോ പിരമിഡും നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, അത് ഈ ഫസ്റ്റ് ലൈൻ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിലുള്ള 6 സ്റ്റാർ പ്രിന്റ് ആവും. പിന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള സ്റ്റാർ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. അതായത് അതിനെ അങ്ങനെയാണെന്ന് പറയാം. അതും പ്രിന്റ് ആക്കാൻ എളുപ്പമാണ്. ഇനി ഈ ഡയഗണലായിട്ടുള്ള സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യാൻ എങ്ങനെ പ്രിന്റ് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് വരിക. ഡയഗണലായിട്ടുള്ള സ്റ്റാർ അത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരാം. രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പറ്റും എന്നുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. രണ്ടാമത്തെ ഫോറിൻ്റെ അകത്ത് ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് ഐ പ്ലസ് ജെ ഈക്വൽ ടു ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. 5 ആണ് കൊടുക്കുക എന്ന് വിചാരിക്കുക. 5 കൊടുത്തിട്ട് റൺ ചെയ്യുന്നു. ഒരു എൽസ് കണ്ടീഷൻ കൂടെ കൊടുക്കണം. എൽസ് അതായത് ഐ പ്ലസ് ജെ ഈക്വൽ ടു 5 ആണെങ്കിൽ, ഐ പ്ലസ് ജെ കൂട്ടുമ്പോൾ 5 കിട്ടുകയാണെങ്കിൽ എക്സ് എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്പേസ് പ്രിന്റ് ചെയ്യണം.
പിന്നെ ഇതിപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ i + j 5 ആണെങ്കിൽ x പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പേസ് പ്രിന്റ് ചെയ്യും. അതങ്ങനെ പ്രിന്റ് ആയി. അതായത് ആദ്യം i + j 5 ആകുന്നിടം വരെ സ്പേസ് പ്രിന്റ് ചെയ്തു. i + j 5 ആയപ്പോൾ ഒരു x പ്രിന്റ് ചെയ്തു. വീണ്ടും ഇതിപ്പോ അപ്ഡേറ്റ് ആയി, j 0 to 5 എക്സിക്യൂട്ട് ആയി. പിന്നെ i അപ്ഡേറ്റ് ആയിട്ട് 1 ആയി. 1 ആയി കഴിഞ്ഞിട്ട് ഇത് j 0 to 5 വരെ വീണ്ടും റൺ ചെയ്യും. അപ്പോൾ i + j 5 ആകുന്നിടം വരെ വീണ്ടും സ്പേസ് പ്രിന്റ് ചെയ്തു. പിന്നെ അത് 5 ആയപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണലായിട്ടുള്ള സ്റ്റാർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു j ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ലൈനിലേക്ക് പോകണം. അടുത്ത പ്രിന്റ് ചെയ്യുന്ന ന്യൂ ലൈനിലേക്ക് പോകാൻ. അങ്ങനെ ന്യൂ ലൈനിലേക്ക് പോകണമെങ്കിൽ ഈ ആദ്യത്തെ ലൂപ്പിനുള്ളിൽ നമ്മൾ വീണ്ടും ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അവിടെ ഒരു ന്യൂ ലൈൻ കൊടുക്കണം. കണ്ടോ? ഇപ്പോൾ നമുക്ക് ഡയഗണലായിട്ടുള്ള ഈ സ്റ്റാർസ് കിട്ടി. നേരത്തെ അത് കിട്ടാതിരുന്നത് ആദ്യത്തെ എക്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പ്രിന്റ് ആയി, ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെ പ്രിന്റ് ആയി. അങ്ങനെ പ്രിന്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ ലൂപ്പിനുള്ളിൽ ഈ ജെ ലൂപ്പ് എക്സിറ്റ് ആവുമ്പോൾ ഒരു സ്പേസ് പ്രിന്റ് ചെയ്യണം. കഴ്സറിന് നെക്സ്റ്റ് സ്പേസ് അല്ല, കഴ്സറിന് നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം. അങ്ങനെ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഡയഗണലായിട്ടുള്ള ഒരു ലൈൻ പോലെ നമുക്ക് കിട്ടും. അത് ഈ വാല്യൂ അനുസരിച്ചാണ് മാറുക. ആദ്യം ഇവിടെ 5 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ സ്പേസ് ആദ്യം സ്റ്റാർ പ്രിന്റ് ചെയ്യുന്ന അതിന് മുന്നേ ഉള്ള സ്പേസ് 5 ആയിരിക്കും. നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം 3 സ്പേസ് കഴിഞ്ഞിട്ട് ഒരു എക്സ് പ്രിന്റ് ചെയ്യും. ഇവിടെ ഒരു 3 കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ ഡയഗണൽ ആയിട്ടുള്ള ഈ സ്റ്റാർസ് കുറച്ച് ലെഫ്റ്റിലേക്ക് നീങ്ങും. കണ്ടോ? കുറച്ച് ലെഫ്റ്റിലേക്ക് നീങ്ങി. ഇപ്പോൾ 6 കൊടുക്കുകയാണെങ്കിൽ കുറച്ച് റൈറ്റിലേക്ക് നീങ്ങും. കണ്ടോ? ഇങ്ങനെയാണ് ഈ ഡയഗണലായിട്ട് സ്റ്റാർസ് പ്രിന്റ് ചെയ്യാനുള്ള രീതി. ഇനി നമുക്ക് ഇതിപ്പോൾ പോസിറ്റീവ് സ്ലോപ്പാണ്. ഇപ്പോൾ ഒരു ഗ്രാഫായിട്ട് ഇത് എക്സും വൈ ആക്സിസും നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്. ഇത് നെഗറ്റീവ് സ്ലോപ്പിൽ പ്രിന്റ് ചെയ്യണമെങ്കിലോ, അതായത് ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ i + jക്ക് പകരം j - i എന്ന് കൊടുക്കണം. കണ്ടോ? ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഇത് കിട്ടി. ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈൻ പോലെ സ്റ്റാർസ് പ്രിന്റ് ആവണമെങ്കിൽ നമ്മളിവിടെ i + jക്ക് പകരം j - i എന്ന് കൊടുക്കണം. ഇവിടെ ഇത് ആക്ട് ചെയ്യുന്നത് i റോ ആയിട്ടും j കോളം ആയിട്ടുമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഫിഫ്ത്ത് റോ, അങ്ങനെ. അതുപോലെ j ആക്ട് ചെയ്യുന്ന കോളം ആയിട്ടാണ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം. ഈ 2 ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻഡെക്സ് അറിയാമെങ്കിൽ, കോർഡിനേറ്റ് അറിയാമെങ്കിൽ, ഏത് കോർഡിനേറ്റിലാണ് ഒരു സ്റ്റാർ വരേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ ആ കോർഡിനേറ്റിൽ കൃത്യമായിട്ട് ആ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ നമുക്ക് പറ്റും 2 ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ 1 1 എന്ന കോർഡിനേറ്റ് അല്ലെങ്കിൽ കോർഡിനേറ്റിൽ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. ഇഫ് i = 1 ആൻഡ് j = 1 പ്രിന്റ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐയും ജെയും 1 ആവുമ്പോൾ സ്റ്റാർ പ്രിന്റ് ആവും. ഇപ്പോൾ ഇത് 2 2 ആണ്. 2 2ലേക്ക് ഇത് പ്രിന്റ് ആവണമെങ്കിൽ if j = 2 ആൻഡ് i = 2 എന്ന് കൊടുത്തിട്ട് താഴെ പ്രിന്റ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആവുന്നിടത്ത് സ്റ്റാർ പ്രിന്റ് ആവും. 2 ലൂപ്പ് ഉണ്ടെങ്കിൽ ഒരു 2D സ്പേസിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത്രയും മനസ്സിലായോ? ഇനി നമുക്ക് ഹോളോ ഇൻവേർട്ടഡ് ഹാഫ് പിരമിഡ് നോക്കാം.
ഇതിൽ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു നമ്പർ ഇൻപുട്ടായിട്ട് എടുത്തു, എന്നിട്ട് 2 ഫോർ ലൂപ്പ് കൊടുത്തു, തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ. ഇത് എവിടെയൊക്കെയാണ് സ്റ്റാർ പ്രിന്റ് ചെയ്യേണ്ടത്? j ഈക്വൽ ടു 0. j ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം, ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ ഇവിടെ 0 ആണ്, 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ j പ്രിന്റ് ആവണം താഴേക്ക്. ഇത് നോക്കിയാൽ ഇമേജ് നോക്കിയാൽ ഇതാണ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിൽ താഴേക്ക് സ്റ്റാർ പ്രിന്റ് ആവണം. അതുപോലെ തന്നെ ഫസ്റ്റ് റോയിലും സ്റ്റാർ പ്രിന്റ് ആവണം. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ഡയഗണലും വേണം. ഡയഗണലിന് എന്താ ചെയ്യുന്നത്? i+j ഈക്വൽ ടു ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ആ 3 കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് സ്റ്റാർ പ്രിന്റ് ആവേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ, അതായത് j ഈക്വൽ ടു 0, പിന്നെ ഫസ്റ്റ് റോ i ഈക്വൽ ടു 0, പിന്നെ ഡയഗണലിന്റെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഡയഗണലാണെങ്കിൽ i+j ഈക്വൽ ടു ഒരു നമ്പർ എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ആ നമ്പർ n-1 ആണ്. n-1 എടുക്കാനുള്ള കാരണം ഇവിടെ 0 to n-1 ആണ് ഇത് റൺ ആവുന്നത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രിന്റ് ആവും. ഇത് ഫസ്റ്റ് കോളത്തിൽ സ്റ്റാർ പ്രിന്റ് ചെയ്തു, ഫസ്റ്റ് റോയിലും സ്റ്റാർ പ്രിന്റ് ചെയ്തു, പിന്നെ ഈ ഡയഗണലും പ്രിന്റ് ആയി. ഇവിടെ n-1 പകരം n ആണ് കൊടുത്തതെങ്കിലോ? സർ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. എവിടെ വരെയാണ് കേട്ടത്? ഇവിടെ നിട്ടോ. ഓക്കെ, ഇത് മനസ്സിലായോ? ഹോളോ ഇൻവേർട്ടഡ് ഹാഫ് പിരമിഡ് മനസ്സിലായോ? ഇതില് ഫസ്റ്റ് കോളത്തിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യണം, അതിനുള്ള കണ്ടീഷനാണ് j ഈക്വൽ ടു 0. ഫസ്റ്റ് റോയിൽ പ്രിന്റ് ചെയ്യണം, അതിനുള്ള കണ്ടീഷനാണ് i ഈക്വൽ ടു 0. ഈ ഡയഗണലിൽ കിട്ടാനുള്ള കണ്ടീഷനാണ് i+j ഈക്വൽ ടു n-1. ഇവിടെ n-1 കൊടുത്തില്ലെങ്കിൽ ഈ കോർണറിലെ 2 സ്റ്റാർ കിട്ടില്ല. അത് ഞാൻ റൺ ചെയ്ത് കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഇതാണ് വേണ്ടത്, ഹോളോ ഫുൾ പിരമിഡ്. ഹോളോ ഫുൾ പിരമിഡിനുള്ള പ്രോഗ്രാമാണ് ഇത്. അതിൽ കണ്ടീഷൻ എന്താണ്? ഈ പോസിറ്റീവ് സ്ലോപ്പുള്ള ഇത് കിട്ടാൻ വേണ്ടി i+j ഈക്വൽ ടു n കൊടുത്തു. നെഗറ്റീവ് സ്ലോപ്പുള്ള കിട്ടാൻ വേണ്ടി j-i ഈക്വൽ ടു n കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് റോയിലുള്ള സ്റ്റാർ കിട്ടാൻ വേണ്ടി i ഈക്വൽ ടു n കൊടുത്തു. ഇവിടെ പക്ഷെ ഇത് വർക്കായില്ല, ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ലൈൻ നമുക്ക് കിട്ടിയില്ല. അതെന്തുകൊണ്ടാ? ആ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ
ഓർ അല്ലേ കൊടുത്തത്, ആൻഡ് കൊടുക്കണ്ടേ? ആൻഡ് അല്ല, ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒരുമിച്ച് എന്തായാലും സാറ്റിസ്ഫൈ ആവത്തില്ല. ഐ പ്ലസ് ജെ ഈക്വൽ ടു എന്നും ജെ മൈനസ് ഐ ഈക്വൽ ടു എന്നും കൂടെ ഒരുമിച്ച് എന്തായാലും അതാവില്ലല്ലോ. ഓർ തന്നെയാണ്, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. അതെന്താന്ന് പറയാമോ? എന്താ എൽസ് വേണമെന്നില്ല. ഇത് തൊട്ട് മുന്നേ ചെയ്ത ഈ പ്രോഗ്രാം തന്നെയാണ്. ഏതാ ഈ പ്രോഗ്രാം തന്നെ. അവിടെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഇവിടെ വേണ്ടത് ഫസ്റ്റ് കോളത്തിലും ഫസ്റ്റ് റോയിലുമാണ് പ്രിന്റ് ആവേണ്ടത്, പിന്നെ ഡയഗണലിൽ. അതിന് പകരം ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ഡയഗണലിൽ, ഒരു നെഗറ്റീവ് ഡയഗണലിൽ, ലാസ്റ്റ് റോ. ഇവിടെ എന്താണ് പ്രശ്നം? ഈ ഇമേജ് നോക്ക്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ജെ, ടോട്ടൽ ജെ എന്ന് പറഞ്ഞ കോളമാണല്ലോ. ടോട്ടൽ ജെ ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് കാണിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് കോളം റോയിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇത്ര റോ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ 10 കൊടുത്ത് 10 റോ അല്ലെങ്കിൽ 9 റോ വരും. പക്ഷെ ഇവിടേക്ക് സ്റ്റാർസ് ഇങ്ങനെ കൂടെ പ്രിന്റ് ആവുകയെന്ന് വിചാരിക്കുക. നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈനും കൂടെ പ്രിന്റ് ആവുകയാണെങ്കിൽ ഈ കോളം, നമ്പർ ഓഫ് കോളംസ് റോയിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് റോയും കോളവും സെയിം ആയിട്ടാണ് കൊടുത്തത്. അതായത് ഇവിടെ ഇത്ര സ്റ്റാർ പ്രിന്റ് ആയി, ഇങ്ങോട്ടും അത്രയും തന്നെ സ്റ്റാർ പ്രിന്റ് ആവും. അപ്പോൾ ടോട്ടൽ സ്റ്റാർസിന്റെ എണ്ണം എന്നിന്റെ ഇരട്ടിയായിരിക്കും. 2 into n ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് കോളം റോയുടെ ഡബിൾ ആയിരിക്കും. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ ഇത് രണ്ടും കിട്ടി. ഇനി ലാസ്റ്റ് ഇത് പ്രിന്റ് ആയില്ല, ലാസ്റ്റ് റോ പ്രിന്റ് ആയില്ല. അതെന്തുകൊണ്ടായിരിക്കും? ലാസ്റ്റ് റോ പ്രിന്റ് ആകാതിരുന്നത് ഓരോ റോ റൺ ചെയ്യുന്നത് ഐ വെച്ചിട്ടാണ്. പക്ഷെ ഐ ഇവിടെ 0 to n ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് n-1 വരെ എക്സിക്യൂട്ട് ആവും. പക്ഷെ ലാസ്റ്റ് റോ കിട്ടണമെങ്കിൽ നമുക്ക് n വരെ അത് റൺ ആവണം. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? n+1 കൊടുക്കണം. ഇങ്ങനെ നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ ഒരു സ്റ്റാർ മിസ്സിംഗ് ആണ്. അതായത് ഒരു കോളം ഇവിടെ മിസ്സിംഗ് ആണ്. ഒരു കോളം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അവിടെ n+1 കൊടുക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിപ്പോ ക്ലോസ് ആവും. അരമണിക്കൂർ 40 മിനിറ്റോളം ആകാറായി. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അടുത്ത ലിങ്ക് ഞാൻ അയച്ചു തരാം. അതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ, ഈ അസൈൻമെന്റിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇത് ഈ ഹോളോ പിരമിഡ്സ് ആണ്. ഹോളോ പിരമിഡ്സിൽ 2 ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. 2 ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ഏത് കോർഡിനേറ്റിൽ നമുക്കൊരു സ്റ്റാർ പ്രിന്റ് ചെയ്യണോ അത് അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കോളവും ഒന്ന് റോയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ലൂപ്പ് റോയും സെക്കൻഡ് ലൂപ്പ് കോളവും ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇനി കണ്ടീഷൻ കൊടുക്കണം എവിടെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഐ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, അല്ല ജെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഫസ്റ്റ് കോളത്തിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യണമെങ്കിൽ റോയിലാണോ, ഏത് റോയിലാണോ സ്റ്റാർ പ്രിന്റ് ചെയ്യേണ്ടത് അവിടെ ഐ ഈക്വൽ ടു ഏത് റോ ആണോ വേണ്ടത് ആ റോയുടെ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർ പ്രിന്റ് ആവും. പിന്നെ ഡയഗണൽ വേണമെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണ് വേണ്ടതെങ്കിൽ ഐ പ്ലസ് ഈക്വൽ ടു ഒരു നമ്പർ കൊടുക്കുക. നെഗറ്റീവ് സ്ലോപ്പ് ആണ് വേണ്ടെങ്കിൽ ജെ മൈനസ് ഐ എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.
കോളത്തിലാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ജെ ഈക്വൽ ടു ഏത് കോളത്തിലാണ് പ്രിന്റ് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോൾ ഇവിടെ ജെ ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തത്. ഇത് ഞാൻ 2 ആക്കി കഴിഞ്ഞാൽ എന്താവും? ഈ താഴേക്ക് ഈ 0th കോളത്തിലുള്ള സ്റ്റാർ എന്ത് മാറും? എങ്ങോട്ടാവും? 2ലേക്കാവും. സെക്കൻഡ് കോളത്തിൽ താഴേക്ക് പ്രിന്റ് ആവും. കണ്ടോ? അപ്പോൾ നമ്മൾ കോളത്തിന്റെ ഇൻഡെക്സ് ഇവിടെ കൊടുത്താൽ മതി. അവിടെ സ്റ്റാർ പ്രിന്റ് ആവും. ഇവിടെ റോയുടെ ഇൻഡെക്സ് ഏത് കൊടുക്കുന്നോ അവിടെ ആ സ്റ്റാർ പ്രിന്റ് ആവും. ഇവിടെ ഡയഗണൽ വേണമെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ i+j കൊടുക്കണം, നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ j-i കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും പ്രിന്റ് ആക്കാം. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഞാൻ വേറൊരു ലിങ്ക് അയച്ചു തരാം.